തൃശൂർ പൂരം പ്രതിസന്ധിയിൽ സർക്കാർ ഇടപെടൽ. രാമനിലയത്തിൽ മന്ത്രിതല ചർച്ച നടന്നു. ദേവസ്വങ്ങൾക്ക് പിന്തുണ അറിയിച്ച ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നിർമ്മൽ, ഔസൽ എന്നിവരാണ് അറസ്റ്റിലായത്. ചാലക്കുടി എസ്ഐയുടെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണി പ്രസംഗം നടത്തിയ എസ്എഫ്ഐ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. തിരുപ്പിറവിയുടെ സന്ദേശവുമായി ക്രൈസ്തവർ നാളെ ക്രിസ്മസ് ആഘോഷിക്കും. ദേവാലയങ്ങളിൽ ഇന്ന് പാതിര കുർബാന നടക്കും. ആഘോഷരാവിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരം. മന്ത്രിസഭാ പുനഃസംഘടന. ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം രാജിവെച്ചു. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. ഗുരുവായൂർ അരിയന്നൂരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനമിടിച്ച് കാൽനട യാത്രികനും, മേലൂർ പുലാനിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനും മരിച്ചു. വരന്തരപ്പിള്ളയിൽ സ്വകാര്യ ബസിൽ നിന്നും തെറിച്ചുവീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ക്ലീനർ മരിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിതല ചർച്ച നടന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ, റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാമനിലയത്തിൽ ചർച്ച നടന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, എന്താണ് യോഗത്തിലെ തീരുമാനം? രമ്യ, നമുക്കറിയാം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ തറവാടക സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡുമായിട്ടുമാണ് പ്രധാനമായും പൂര പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ സമവായത്തിൽ എത്താൻ സാധിക്കാതെ പോകുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ വന്നത്. എന്തായാലും സർക്കാരിന്റെ ഇടപെടൽ പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഇപ്പോൾ തൃശൂർ രാമനിലയത്തിൽ ചേർന്ന സർക്കാർ തല യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കാൻ പറ്റാതെ പിരിഞ്ഞിരിക്കുകയാണ്. അതായത് മന്ത്രിമാർ പ്രധാനമായും പറയുന്നത് തൃശൂർ പൂരം സംബന്ധിച്ച് പ്രദർശനം സംബന്ധിച്ച് ഒരു കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർദ്ദേശം വരും ദിവസങ്ങളിൽ കോടതിയിൽ നിന്നുണ്ടാകും. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകും നമുക്ക് കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും ഒപ്പം തന്നെ ജില്ലയുടെ ചുമതല കൂടിയുള്ള റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും യോഗത്തെ അറിയിച്ചത്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രതിനിധികളും ഒപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം ടി.എൻ. പ്രതാപൻ, അതുപോലെ തന്നെ മണ്ഡലം MLA കൂടിയായ പി. ബാലചന്ദ്രൻ അടക്കമുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് വൈകിട്ട് 7:30 കൂടിയ യോഗം അല്പസമയത്തിന് മുൻപാണ് സമാപിച്ചത്. ഇതിൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ട ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് സർക്കാർ പൂരം നടത്തിപ്പിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല, മറ്റൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോടതിയുടെ ഒരു നിർദ്ദേശം കൂടി വന്നതിന് ശേഷം മാത്രമേ അന്തിമമായുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ മന്ത്രിമാർ പ്രതിനിധികളെ അറിയിച്ചിരിക്കുന്നത്. അതോടുകൂടി യോഗം പിരിയുകയാണ് ഉണ്ടായത്. എന്തായാലും തൃശൂർ പൂരം പ്രതിസന്ധി ഇതോടുകൂടി വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ. രമ്യ, പൂരം നടത്തിപ്പ് സംബന്ധിച്ച യോഗത്തിൽ തീരുമാനമാവാതെ പിരിഞ്ഞു എന്നുള്ള വിവരമാണ് അഭിജിത്ത് നൽകിയത്. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ തറവാടക കൂട്ടിയ വിഷയത്തിൽ തൃശൂർ അതിരൂപത, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്കൊപ്പമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. പൂരം സുഗമമായി നടത്തുന്നതിന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. അതിരൂപത ആസ്ഥാനത്ത് ക്രിസ്തുമസ് ആശംസകൾ നേരാനെത്തിയ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ അതിരൂപതയുടെ നിലപാടിന് നന്ദി അറിയിച്ചു. ചാലക്കുടിയിൽ പോലീസിനെ ആക്രമിക്കുകയും ജീപ്പ് തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നിർമ്മൽ, ഔസൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ശനിയാഴ്ച വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുല്ലനെയും കോടതി റിമാൻഡ് ചെയ്തു. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, കമ്മിറ്റി അംഗം ജിൽ ആന്റണി എന്നിവർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 20ഓളം പ്രവർത്തകരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ശനിയാഴ്ച നഗരത്തിൽ പ്രകടനം നടത്തി ഗതാഗത സ്തംഭനമുണ്ടാക്കിയ സംഭവത്തിലും പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. SFI, DYFI, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് കേസ്.
ചാലക്കുടി എസ്ഐയുടെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണി പ്രസംഗം നടത്തിയ SFI നേതാവിനെതിരെയും പോലീസ് കേസെടുത്തു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിനെതിരെയാണ് കേസെടുത്തത്. അതേസമയം SFI പ്രതിയോഗിയായി ചൂണ്ടിക്കാട്ടിയ ചാലക്കുടി SI അഫ്സൽ അവധിയിൽ പോയി. സംഭവം വിവാദമായതോടെ റൂറൽ ജില്ലാ SP നിർദ്ദേശിച്ച പ്രകാരമാണ് അവധിയെന്ന് പറയുന്നു. തിരുപ്പിറവിയുടെ സന്ദേശവുമായി ലോകമെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ നാളെ ക്രിസ്തുമസ് ആഘോഷിക്കും. നക്ഷത്രവിളക്കുകൾ തൂക്കിയും പുൽക്കൂടുകൾ ഒരുക്കിയും ദേവാലയങ്ങൾ ആഘോഷരാവിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ദേവാലയങ്ങളിൽ ഇന്ന് പാതിര കുർബാന നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ രാത്രി 11:30 നടക്കുന്ന തിരുപ്പിറവി തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാ ബസലിക്കയിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും കാർമ്മികത്വം വഹിക്കും. 27 നടക്കുന്ന ബോൺ നത്താലെ ഘോഷയാത്രയോടെയാണ് തൃശൂരിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാവുക. 15,000-ഓളം ക്രിസ്മസ് പാപ്പമാർ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് തൃശൂർ നഗരം കീഴടക്കാനെത്തും. ബോൺ നത്താലയുടെ 10ാം വാർഷികം ആവേശകരമാക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. പ്രതീക്ഷയും പ്രകാശവും നഷ്ടപ്പെട്ട ജീവിതങ്ങളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള ശ്രമങ്ങളാകണം ഈ ക്രിസ്മസിന് നാം നടത്തേണ്ടതെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. നിങ്ങൾക്കേവർക്കും ഈ ക്രിസ്മസ് മനുഷ്യ സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും മെറി ക്രിസ്മസ്, ബോൺ നത്താലെ. ഒപ്പം ഏവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ സമൂല മാറ്റത്തിനായി ജനിച്ച സമാധാന പ്രഭുവാണ് ക്രിസ്തുവെന്ന് കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് പറഞ്ഞു. യേശുക്രിസ്തു മുന്നിലേക്ക് വെച്ച ലോകസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സമാധാനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവിധ ക്രിസ്തുമസ് ആശംസകളും പുതു നവവത്സരാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപ്രസരണമായി ക്രിസ്മസ് ഒഴുകി നിറയട്ടെയെന്ന് തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. നമുക്കേവർക്കും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സദ്വാർത്തയായി രക്ഷകൻ, ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഭൂജാതനായി. ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾക്കേവർക്കും ഞാൻ ആശംസിക്കുകയാണ്. അതിർത്തികളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകണമെന്നാണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശമെന്ന് കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പറഞ്ഞു. ഈ ഒരു ക്രിസ്മസിൽ എല്ലാവർക്കും അഭയമാകുവാനായിട്ട്, എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന ഹൃദയമുള്ള വ്യക്തിയായി തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഈ ക്രിസ്മസ് വലിയൊരു തുറവിയുടെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനും, അങ്ങനെ ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഒരു തുടക്കം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. എല്ലാവരും സന്തോഷിക്കുന്ന ലോകത്തിനായി യജ്ഞിക്കണമെന്ന് ഡോക്ടർ മാർ അപ്രേ മെത്രാപ്പോലീത്ത പറഞ്ഞു. ലോകത്തിൽ സമാധാനമില്ലാത്തിടത്തൊക്കെ സമാധാനം വരാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആയതുകൊണ്ട് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിലെ ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നു, ആഘോഷിക്കുന്നു, കാത്തിരിക്കുന്നു. ആ പ്രത്യാശയുടെ ദിവസമാണ് ഈ ക്രിസ്മസ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസിൻ്റെ സമാധാന സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ഓരോരുത്തർക്കും ലോകത്തിന് മുഴുവനായിട്ട് ഇത് സന്തോഷത്തിൻ്റെ സമയമായി തീരട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഓരോ ക്രിസ്മസ് കാലവും നമ്മെ വിളിക്കുന്നത് പുതിയ സമാധാനം സ്വന്തമാക്കാനാണെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. മനുഷ്യനായിട്ട് അവതരിച്ച ഈശോ തമ്പുരാൻ മനുഷ്യനെ സ്വർഗവുമായിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ചെയ്തത്. അതുവഴി എല്ലാ ജനതകളും സന്തോഷത്തോടുകൂടെ ജീവിക്കണം, സമാധാനത്തോടുകൂടെ ജീവിക്കണം. അതിനുള്ള ആശംസയാണ് ഈ ക്രിസ്മസ് വേളയിൽ ഞാൻ നേരുന്നത്. ഹാപ്പി ക്രിസ്മസ്. മേ ഗോഡ് ബ്ലെസ് യു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം രാജിവെച്ചു. നവകേരള സദസ്സ് സമാപിച്ചതിന് പിന്നാലെയാണ് മുൻ ധാരണ പ്രകാരം ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു, തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പിള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാണ് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജി സമർപ്പിച്ചത്. സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് മന്ത്രിസഭാ പുനഃസംഘടന നടത്തുന്നത്.
മന്ത്രിയാക്കിയത് LDF ആണെന്നും LDF തീരുമാനം അനുസരിക്കുന്നുവെന്നും അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കി. കുടിശ്ശികയില്ലാതെ മുഴുവൻ KSRTC ജീവനക്കാർക്കും ശമ്പളം തീർത്തു നൽകിയതിനു ശേഷമാണ് രാജിയെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഗുരുവായൂർ അരിയന്നൂരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനമിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. കണ്ടാണിശ്ശേരി സ്വദേശി മണപ്പറമ്പിൽ വീട്ടിൽ 60 വയസ്സുള്ള ശ്രീനിവാസനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 8ഓടെയായിരുന്നു അപകടം. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്ന കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് ഇടിച്ചത്. ഉടൻ തന്നെ ആക്ട്സ് പ്രവർത്തകർ പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കരയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ കാൽനട യാത്രക്കാരൻ മരിച്ചു. മേപ്പാടം പൊന്നുംകുന്നത്ത് വീട്ടിൽ 58 വയസ്സുള്ള സലിമാണ് മരിച്ചത്. റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ ബൈക്കിടിച്ച് പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ശനിയാഴ്ച രാത്രി ചേലക്കര ആയുർവേദ ആശുപത്രി സ്റ്റോപ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. മേലൂർ പുലാനിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കൻ മരിച്ചു. കുന്നപ്പിള്ളി ചെറുപറമ്പിൽ 59 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മരിച്ചത്. മേലൂർ ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വരന്തരപ്പിള്ളിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ക്ലീനർ മരിച്ചു. കോടാലി തൃശൂർ റൂട്ടിൽ ഓടുന്ന ക്രിസ്റ്റ ബസിലെ ക്ലീനർ കിഴക്കേ കോടാലി നീരാട്ടുകുഴി പറപ്പൂപ്പറമ്പിൽ ഗംഗാധരന്റെ മകൻ 40 വയസ്സുള്ള ജിനേഷാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ വെള്ളിയാഴ്ച വരന്തരപ്പിള്ളി പള്ളിക്കുന്നിലായിരുന്നു അപകടം. 3 പീടികയിൽ കോൺക്രീറ്റ് മിക്സറിൽ കൈ കുടുങ്ങി ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. നിർദ്ദിഷ്ട ആറുവരി ദേശീയപാതയുടെ ജോലിക്കായി എത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി 30 വയസ്സുള്ള ബസുദേവ് സർക്കാരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ജോലിക്കിടെ കോൺക്രീറ്റ് മിക്സറിലെ കൺവെയർ ബെൽറ്റിൽ കൈ കുടുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ മറ്റ് തൊഴിലാളികൾ കൈ യന്ത്രത്തിൽ നിന്ന് വേർപെടുത്തി ബസുദേവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. ആനന്ദപുരം എടയാറ്റുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അപ്പുട്ടി എന്ന അനുരാജിനെയാണ് കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് നാടുകടത്തിയത്. വധശ്രമം, MDMA വിൽപ്പന, SC/ST വിഭാഗക്കാർക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങി 6ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ UH സുനിൽദാസ്, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അഭിലാഷ്, ഷെഫീഖ് എന്നിവർ ചേർന്ന നടപടികൾ പൂർത്തിയാക്കി. ഉത്തരവ് ലംഘിച്ചാൽ പ്രതിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ക്രിസ്തുമസ് കേക്കുകൾ വിൽപ്പന നടത്തി അപൂർവമായ അതിജീവനത്തിന്റെ കഥ പറയുകയാണ് ജീന ആന്റോ എന്ന 33-കാരി. രണ്ടു വർഷം മുൻപ് ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ HR മാനേജറായി ജോലി ചെയ്യുമ്പോഴാണ് ജീനയ്ക്ക് ഗുരുതരമായ ശ്വാസകോശ അർബുദ രോഗമാണെന്ന് തിരിച്ചറിയുന്നത്. പിന്നീട് മനംമടുപ്പിക്കുന്ന ചികിത്സയുടെ 2 വർഷങ്ങൾ. തകർന്നു പോകുമായിരുന്ന കഠിനവേദനയുടെ ദിവസങ്ങൾ അതിജീവിച്ച് തിരികെ ജീവിതത്തിലേക്ക്. പഴയ ജോലിയിൽ നിന്നും തഴയപ്പെട്ടപ്പോൾ പണ്ട് പഠിച്ചിരുന്ന കേക്ക് നിർമ്മാണ കൂട്ടുകൾ ചേർത്ത് കുഴച്ചെടുത്തു. ക്രിസ്മസ് അടുത്തതോടെ അമല മെഡിക്കൽ കോളേജിന്റെ ക്യാന്റീന് സമീപം ഒരു കേക്ക് കൗണ്ടർ ആരംഭിച്ചു. വരുമാനം എന്നതിലുപരി ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യം. ഇവിടെ 2 കൊല്ലമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ്. എനിക്ക് ലങ് ക്യാൻസർ ആണ്. അപ്പൊ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അസുഖം വന്നതിൽ ക്യാൻസർ നമ്മളത് അറിഞ്ഞപ്പോ പിന്നെ പോവാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഒന്നുമല്ല. മുന്നും ഈ കേക്ക് ബേക്കിംഗ് ഞാൻ മുന്നും ജോലിയുടെ ഇടയിൽ കൂടെ ചെയ്തിരുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മളൊന്ന് ബെറ്റർ ആയി വന്നപ്പോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. പൂർണ്ണ പിന്തുണ നൽകി ചികിത്സിച്ചിരുന്ന ഡോക്ടർ സുനു സിറിയക്കും ആശുപത്രി അധികൃതരും ഒപ്പം നിന്നു. അമല ക്യാമ്പസിലെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഈ വർഷം ജീനയ്ക്ക് നമ്മളൊരു കേക്ക് സ്റ്റോള് ഇവിടെ അനുവദിക്കുകയായിരുന്നു. ജീന ജീവിതത്തിലെ ഒരു ചാമ്പ്യൻ ആണ് എന്നാണ് ഈ കേക്ക് സ്റ്റോള് വഴി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. വളരെ ഒരു പോസിറ്റീവ് വൈബ് ഈ അമല ക്യാമ്പസിൽ ജീന വഴി നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദ്യമെല്ലാം തനിച്ചാണ് ജോലികൾ ചെയ്തിരുന്നതെങ്കിലും ഇപ്പോൾ 2 പേർ സഹായത്തിനുണ്ട്. മാർബിൾ, പ്ലം, പുഡിംഗ് തുടങ്ങി വിവിധയിനം കേക്കുകളാണ് ജീന നിർമ്മിച്ചു നൽകുന്നത്.
രോഗം മൂലം ജീവിതത്തിൽ തളർന്നുപോയ അനേകർക്ക് ഇന്ന് ജീന പ്രത്യാശയുടെയും ആത്മവിശ്വാസത്തിന്റെയും വെള്ളി വെളിച്ചമാണ്. ഞങ്ങൾ ആക്ച്വലി ജീനയെ ഒരു ട്രംപ് കാർഡായിട്ടാണ് കാണുന്നത്. പല പേഷ്യന്റിനോടും പറഞ്ഞ് അവർക്കൊരു മോട്ടിവേഷൻ, ഇപ്പൊ ഒ പിയിലേക്ക് വരുന്നവരാണെങ്കിലും ഈ സ്റ്റോളിൽ ജീനയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരോട് പറയാറുണ്ട്, ജീനയായിട്ട് സംസാരിക്കൂ, ജീനയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കൂ. ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. പലരും ജീനയോട് സംസാരിച്ചിട്ട് തിരിച്ച് ഞങ്ങളോടൊപ്പം വന്ന് പറയാറുണ്ട് വളരെ പോസിറ്റീവ് ആണ് ജീന. ജീനയിലൂടെ അവർക്കും അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രോഗത്തിന്റെ അവശതകളുമായി എത്തുന്നവർക്ക് മുന്നിൽ പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും ക്രിസ്മസ് നക്ഷത്രമാവുകയാണ് ഈ 33-കാരി ജീനയും ജീനയുടെ കേക്കുകളും. TCV ന്യൂസ്, തൃശൂർ. പീച്ചിയിൽ വീട് കയറി ആക്രമിച്ച് ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും 2 വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി കേസുകളിലെ പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ പീച്ചി സ്വദേശി കുട്ടപ്പൻ എന്ന ധനേഷാണ് പോലീസിന്റെ പിടിയിലായത്. SI ബിബിൻ ബി നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ എറണാകുളത്ത് നിന്ന് പിടികൂടിയത്. കളരിക്കുറുപ്പ് കളരിപ്പണിക്കർ സമുദായാംഗങ്ങളുടെ ആഗോള കുടുംബ സംഗമം അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്ന സംഗമത്തിൽ കളരി.com ചീഫ് കോർഡിനേറ്റർ മുകുന്ദൻ കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. സംഘാടക ഭാരവാഹികളായ രവി പാറപ്പുറത്ത്, രാമചന്ദ്രൻ കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചാംഗ ഗണിതജ്ഞൻ ജോത്സൻ വരന്തരപ്പള്ളി ചന്ദ്രൻ കുറുപ്പിനെ കളരി ആചാര്യ ബഹുമതി നൽകിയും ജ്യോതിഷം ജീവിതോപാധിയാക്കി പ്രാഗൽഭ്യം തെളിയിച്ച ജ്യോതിഷ പണ്ഡിതരെ ജ്യോതിഷ ഗുരു ബഹുമതി നൽകിയും ആദരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംഗമം പ്രാബല്യത്തിൽ വന്നതിന്റെ 39ാം വാർഷികത്തിന്റെ ഭാഗമായി കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണവും സംസ്ഥാന പ്രതിനിധി സമ്മേളനവും സംഘടിപ്പിച്ചു. പാലക്കാട് കുടുംബ കോടതി ജില്ലാ ജഡ്ജി CJ ഡെന്നി ഉപഭോക്തൃ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട്, ദേശീയ ജോയിന്റ് സെക്രട്ടറി C രാമചന്ദ്ര മേനോൻ, മാധ്യമപ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനുവരി 3 തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സ്ത്രീശക്തി സംഗമത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KV ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് EP ജാൻസി തുടങ്ങിയവർ പങ്കെടുത്തു. ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി ഉപഭോക്താക്കളുടെ മനം കവർന്ന തൃശൂർ പള്ളിക്കുളം റോഡിലെ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് വൻ ഓഫറുകളോടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെ വരവേൽക്കാനൊരുങ്ങി. തൃശൂരിലെ സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ മാനേജിംഗ് ഡയറക്ടർ ബാബു മേച്ചേരിപ്പടി കേക്ക് മുറിച്ച് തുടക്കം കുറിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്മിജോ ബാബു, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ക്യാരറ്റിന് 25,000 രൂപയും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് ലഭിക്കും. കൂടാതെ 25,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിനും, 1 ലക്ഷം രൂപയുടെ പർച്ചേസിന് 10,000 രൂപയുടെയും 50,000 രൂപയുടെ പർച്ചേസിന് 5,000 രൂപയുടെയും ഗിഫ്റ്റ് വൗച്ചറുകളും, എല്ലാ പർച്ചേസിനും സർപ്രൈസ് സമ്മാനങ്ങളും ലഭിക്കും. 25,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസിന് സിൽവർ കോയിൻ ലഭിക്കും. വിവാഹ പാർട്ടികൾക്ക് 10% വില നൽകിയുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ 1 മാസത്തേക്ക് വിലവർധനവില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനാകും. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലക്കുറവില്ലാതെ HUID 916 ഹാൾമാർക്കഡ് ഓർണമെന്റ്സ് ആയി മാറ്റിയെടുക്കാനും സുവർണാവസരം ഒരുക്കിയിരിക്കുകയാണ് എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളാണ് ഡയമണ്ടിൽ നൽകുന്നത്. ഒരു ക്യാരറ്റിന് 25,000 രൂപയും മേക്കിംഗ് ചാർജിൽ 50% ഡിസ്കൗണ്ടുകളാണ് നമ്മൾ നൽകുന്നത്. സ്വർണ്ണാഭരണങ്ങൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 10% നൽകി ബുക്ക് ചെയ്യുവാനും ഒട്ടനവധി സമ്മാനങ്ങളും നേടാവുന്നതാണ്. എല്ലാവർക്കും എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ സഹകരണ ജനാധിപത്യ മുന്നണി പാനൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ TB ബീന വരണാധികാരിയായിരുന്നു. നിക്ഷേപ സമാഹരണം വിഭാഗത്തിൽ കോൺഗ്രസ് പാനലിലെ MK മഹേഷ് എതിരില്ലാതെ നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കൊണ്ടാഴി പാറമേൽപ്പടി സെന്ററിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് ഉദ്ഘാടനം ചെയ്തു.
മുല്ലശ്ശേരി പുല്ലൂർ പാലത്തിന് സമീപമുള്ള തട്ടുകടയ്ക്ക് തീപിടിച്ചു. പെരുവല്ലൂർ സ്വദേശി അൻസാറിന്റെ കനാൽ ബണ്ട് റോഡിലെ അടച്ചിട്ട തട്ടുകടയാണ് കത്തിനശിച്ചത്. ഗുരുവായൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി മഹോത്സവം സമാപിച്ചു. ദ്വാദശി പണം സ്വീകരിക്കൽ, ദ്വാദശി ഊട്ട് എന്നീ ചടങ്ങുകളോടെയാണ് ഏകാദശി ആഘോഷങ്ങൾക്ക് സമാപനമായത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് ഏകാദശി ആഘോഷിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി വിളക്കിനെഴുന്നള്ളിപ്പ്, ഡബിൾ തായമ്പക, തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പഞ്ചവാദ്യം, മേളം എന്നിവയും നാദസ്വര കച്ചേരിയും നടന്നു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ സർക്കാർ ഇടപെടൽ, രാമനിലയത്തിൽ മന്ത്രിതല ചർച്ച നടന്നു. ദേവസ്വങ്ങൾക്ക് പിന്തുണ അറിയിച്ച ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നിർമ്മൽ, ഔസൽ എന്നിവരാണ് അറസ്റ്റിലായത്. ചാലക്കുടി എസ്ഐയുടെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണി പ്രസംഗം നടത്തിയ SFI നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. തിരുപ്പിറവിയുടെ സന്ദേശവുമായി ക്രൈസ്തവർ നാളെ ക്രിസ്മസ് ആഘോഷിക്കും. ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാന നടക്കും. ആഘോഷരാവിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. മന്ത്രിസഭാ പുനഃസംഘടന, ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം രാജിവെച്ചു. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. ഗുരുവായൂർ അരിയന്നൂരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനമിടിച്ച് കാൽനട യാത്രികനും, മേലൂർ പുലാനിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനും മരിച്ചു. വരന്തരപ്പിള്ളിയിൽ സ്വകാര്യ ബസിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ക്ലീനർ മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.